ഒരു കാരമൽ സേമിയ പായസം ഉണ്ടാക്കിയാലോ? പണ്ട് എന്റെ വീട്ടിൽ പായസം വെക്കുന്നത് എന്റെ അനിയന്റെ ബർത്ത്ഡേന്റെ അന്നായിരുന്നു. രാവിലത്തെ പള്ളിപ്പോക്കൊക്കെ കഴിഞ്ഞു വന്ന ഒരു വലിയ പാത്രം തന്നു വിടുമായിരുന്നു സൊസൈറ്റിയിലേക്ക് പാല് വാങ്ങിക്കൊണ്ടുവരാൻ. അത് വാങ്ങി അമ്മേന്റെ കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് കിച്ചണിൽ വന്ന് നോക്കുമായിരുന്നു പായസം റെഡിയായോ എന്ന് അറിയാൻ വേണ്ടി. ആയിട്ട് വേണമല്ലോ നമുക്ക് കുടിക്കാൻ. റെഡിയായോ നോക്കാൻ വരുമ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്ത് കഴിക്കുന്നതിന് അമ്മേന്റെ അടുത്ത് നല്ല ചീത്ത കിട്ടുന്നതൊക്കെയാണ് എന്റെ ഈ പായസം വെക്കുമ്പോൾ കുഞ്ഞു മെമ്മറി. അത് മാത്രമല്ല എന്റെ ബ്രദറിന്റെ ബർത്ത്ഡേ വരുന്ന ഒരു മന്താണ്. അപ്പൊ ഞങ്ങൾ എന്റെ ബർത്ത്ഡേന്റെ ഏതെങ്കിലും ഒരു ഡേറ്റിലായിരിക്കും പായസം വെക്കുന്നത്. എന്നിട്ട് അമ്മ പറയും, ഇത് നിങ്ങൾ രണ്ടുപേരും ബർത്ത്ഡേന്റെ വകയാണ് ഈ പായസം. ഒറ്റ പായസം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ബർത്ത്ഡേ പരിപാടി അവിടെ കഴിക്കും. അപ്പൊ നമ്മൾ ചോദിക്കും, ഒരാളെ ബർത്ത്ഡേക്ക് പായസം വെച്ചാൽ മറ്റൊരാളെ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങി തന്നൂടെയെന്ന്. അപ്പൊ നമ്മൾ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയും, ആ വാങ്ങി തരാന്നൊക്കെ പറയും. പക്ഷെ അത് വാങ്ങി തരത്തില്ല. പക്ഷെ അത് എന്തുകൊണ്ടായിരുന്നു എന്ന് അന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും.